ആയിരിക്കും. അവർക്കൊരു വിഷൻ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ എന്തൊക്കെ ഭീകരാന്തരീക്ഷം ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാനൊരു അഭിപ്രായങ്ങളോട് പറയാണ്, നമുക്കെല്ലാം കൂടി ഭീകരാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇന്ത്യ ഏറ്റവും നല്ല മനസ്സുള്ള രാജ്യമാണ്. ആരെന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും ഇന്ത്യയുടെ മനസ്സ് മാറില്ല. ഇന്ത്യ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വലിയ രാജ്യമാണ്. അതും തുറന്നുകൊടുത്ത രാജ്യമാണ്. ആ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ആളുകൾ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും, എനിക്ക് രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെയില്ല, അതിന്റെ ആളുമല്ല നമ്മൾ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിലും ഇതുവരെ ഞാൻ ഇത് എടുത്തിട്ടില്ല, മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. ചിലരോടൊക്കെ ചിലപ്പോൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം, എല്ലാവർക്കും ചാച്ചിലുണ്ടാവും. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പൊട്ടൻഷ്യൽ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. പല ആളുകളെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ മുഖം അത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അത് തന്നെയാണെന്ന് മനസ്സിലാക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ പുറത്തേക്ക് പോകുന്ന സമയത്ത്, നിങ്ങളൊന്നിപ്പോ റബീഉൽ അവ്വൽ 12-ന് മുഹറം 10-നൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ചില സ്പെഷ്യൽ ഡേയില് അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് ഗ്രാമങ്ങളിലേക്കൊന്ന് സന്ദർശിച്ചു നോക്കി. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാള് 124 കോടി ജനതയിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതങ്ങട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് പത്രക്കാര് മുഴുവനും അവരെ നടത്തുന്നത് ഏറ്റവും മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ വളരെ മോശമായി എന്ന് നമ്മൾ വിശ്വസിക്കരുത്. മോശമാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനിയും മോശമാകാതിരിക്കാൻ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായി ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഞാൻ പറയാ, ബുദ്ധിയുള്ള ആൾക്കാർ അതാ ചെയ്യാന്നുള്ളതാണ്. ബുദ്ധിയുള്ള ആൾക്കാർ ഇന്ന് ചൈനയിലും ഇന്ത്യയിലും തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ എത്ര ഗ്രാമങ്ങളുണ്ടെന്നാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ആധാർ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഈ നീട്ടണമെന്നറിയോ? കേരളക്കാരെ വെച്ചിട്ടല്ലേ ഈ നീട്ടുന്നത്. കാരണം ഇന്നും ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ, അത് സഞ്ചരിച്ചവർക്ക് അറിയുള്ളൂ, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്നും കരണ്ടെത്താത്ത സ്ഥലമുണ്ട് ഇന്ത്യയിൽ, മൊബൈൽ എത്താത്ത സ്ഥലമുണ്ട് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ ചാൻസസ് കിടക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ തിരിച്ചറിയണം. ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം 124 കോടി ജനങ്ങളിൽ സാധനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലത്ത് സഞ്ചരിക്കണം എന്നറിയോ? ഏകദേശം ഒരു 200 രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിലെന്ന് വിചാരിച്ചോ. എങ്കിൽ നിങ്ങൾ 40 രാജ്യങ്ങളിൽ സന്ദർശിച്ചാലേ ഈ 124 കോടി ജനങ്ങളിൽ ഈ സാധനം എത്തിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? 40 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്താലേ നിങ്ങൾക്ക് എന്തിനു പറ്റൂ? ഈ പറയുന്ന 124 കോടി ജനതയിൽ ഇത് എത്തിക്കാൻ പറ്റൂ. ഇന്ത്യ അത്രയും പൊട്ടൻഷ്യലാണ്. ഇന്ത്യ അത്രയും സ്ട്രെങ്ത് ഉള്ളതാണ്. ആ സ്ട്രെങ്ത് ഉള്ള രാജ്യത്തിനെ ഒറ്റപ്പെടുത്തി മറ്റ് പല ആളുകളും, നിങ്ങൾ രാഷ്ട്രീയം പറയുന്നു എന്ന് വിചാരിക്കരുത്, മറ്റ് പല ആളുകളും ബിസിനസിനെ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിക്കുമ്പോ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ബിസിനസിനെ അവരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോ, പല നിരോധനങ്ങളും കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ കമ്പനികൾ അവര് തന്നെ മുന്നോട്ട് വെക്കുമ്പോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ നമ്മൾ തിരിച്ചു പിടിക്കണം. എന്നിട്ട് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ കമ്പനികൾ നമ്മൾ തുടങ്ങണം. കാരണം മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വ്യക്തിയുടെ, ഞാനിപ്പം കണ്ട് കയറുമ്പോ തന്നെ എന്റെ അടുത്ത് അത്ര പ്രൊഫൈൽ കൂടിയ മൊബൈലൊന്നും അല്ലെങ്കിൽ 2 മൊബൈൽ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ തുടങ്ങിയതാണ് അത്. ഇപ്പൊ സാധാരണക്കാരുടെ കയ്യിലും 2-3 മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ 124 കോടി 100 കോടി കൂട്ടിക്കോ, നിങ്ങൾക്ക് 200 കോടി മൊബൈൽ വേണം ഇന്ത്യയിൽ. എല്ലാ സ്ഥലത്ത് പോയാൽ ഇപ്പൊ ഇന്നെന്തുണ്ട്? മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാ സ്ഥലത്ത് പോയാൽ അത്രത്തോളം വേണം. ഇത് നഷ്ടപ്പെട്ടു പോയാലോ? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുക. ഇതൊന്ന് നഷ്ടപ്പെട്ടാൽ ഈ 100 കോടി ജനതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി സാധനം എന്തുണ്ടാവും? ഡെയിലി ഇങ്ങനെ കേടുന്നു പോകുണ്ടാവും. അത് നേരാക്കാൻ എത്ര ആളുകൾ വേണം? അതിനുവേണ്ടി എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം? അതിനുവേണ്ടി എത്ര കാര്യങ്ങൾ വേണം? ഇതെന്നെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ IIT-യിലൊക്കെ പോയി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അതും ഇന്ന് എന്തെന്നാണ്? മൊബൈൽ തന്നെയാണ്. ലേറ്റസ്റ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി അത് മൊബൈലാണ്. എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാൻ. ഒരു സാധനത്തിന് ഇപ്പൊ പാത്ത് ഫൈൻഡർ വരെ ഡെയിലി മാറുന്നില്ല, റോക്കറ്റ് ഡെയിലി മാറുന്നില്ല, ലോകത്തിലെ കാറുകൾ ഡെയിലി മാറുന്നില്ല. അതിനൊക്കെ ഒരു പ്രത്യേക സമയം. ഇപ്പൊ ടൊയോട്ട ഇന്നിറക്കിയിട്ടുള്ള നമ്മുടെ ഒരു ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഒരു ഇന്നോവ, ഈ ഇന്നോവ ചുരുങ്ങിയത് എത്ര പോവും? ഒരു 2-3 കൊല്ലം പോയിട്ട് പിന്നെ ഇന്നോവ ചിന്തിക്കുള്ളൂ വേറൊരു കോലത്തിലേക്ക് പോകണം എന്നുള്ള. പക്ഷെ സത്യത്തിൽ മൊബൈലോ ഇന്ന് നമ്മൾ കാണുന്ന മൊബൈലല്ല. അതിങ്ങനെ മാറി അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോ ചിലതൊക്കെ പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെയുള്ളൊരു സാധനത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യാലിറ്റി അത് ഇന്ത്യയിൽ തന്നെ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ചൈന അതിലും പൊട്ടൻഷ്യൽ ആണെങ്കിൽ പോലും ചൈന സെൽഫ് സഫിഷ്യന്റ് ആയതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പ്രവേശനം അധികം ഉണ്ടാകില്ല. അവർ സെൽഫ് സഫിഷ്യന്റ് ആണ്. അത്രത്തോളം സെൽഫ് സഫിഷ്യൻസി നമുക്കില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുക. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഡു കമ്പനി, ഡു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഡു കമ്പനി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു പഠനമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പൊട്ടൻഷ്യലായ
നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണെന്നറിയോ നിങ്ങൾ? കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 3 നഗരങ്ങളെ കുറിച്ചിട്ട് ഡു കമ്പനി നടത്തിയിട്ടുള്ള പഠനം, നമ്പർ 1 കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം, നമ്പർ 2 ഇനി ഗ്രോ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ്, നമ്പർ 3 കോട്ടക്കൽ എന്നാണ്. നമ്പർ 3 കോട്ടക്കൽ. കോട്ടക്കലിന്റെ പേരാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഡു കമ്പനിയുടെ മാനേജറാണ് നമ്മുടെ കൽപ്പകഞ്ചേരിയുടെ പ്രിയപ്പെട്ട നമ്മുടെ സമ്മതിക്കയുടെ മകൻ. അവൻ പറഞ്ഞ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരുടെ പഠനത്തിൽ നടക്കുന്നത് കോട്ടക്കൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയാണെന്ന്. ഇങ്ങനത്തെ പഠനങ്ങൾ പുറത്തു വരുമ്പോ ഇനി പല ഭാഗങ്ങളിൽ നിന്നും ഓരോ സ്ഥലത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ കയറി വരുമ്പോ ഇന്ത്യയിൽ ഇത്രയേറെ ആളുകൾ പഠിക്കാനിരിക്കുമ്പോൾ ഏകദേശം 24 യൂണിവേഴ്സിറ്റികൾ, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് കാലുകുത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ വരെ, സാക്ഷാൽ ഓക്സ്ഫോർഡിന്റെ സെന്റർ വരെ ഗുജറാത്തിൽ കടന്നു വരാൻ വേണ്ടി നോക്കുമ്പോൾ ഒരിക്കലും സെന്റേഴ്സ് ഞങ്ങൾ കൊടുക്കില്ല എന്ന് ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി കുറെ കാലമായി പറഞ്ഞു വെക്കുമ്പോൾ ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ബോംബെയിൽ വരാൻ വേണ്ടി ഇരിക്കുമ്പോൾ ലോകത്തിലെ വലിയ വലിയ കമ്പനികളും വലിയ വലിയ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രിയപ്പെട്ട കുട്ടികൾ എന്തുകൊണ്ട് മിഴിച്ചു നിൽക്കുന്നു, എന്തുകൊണ്ട് ഗൾഫിലേക്ക് തന്നെ നോക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗൾഫ് രാജ്യത്തേക്കാൾ പൊട്ടൻഷ്യാലിറ്റി ഈ കാര്യത്തിലെങ്കിലും ഇന്ത്യയിലാണ് എന്ന് തിരിച്ചറിയൽ നിർബന്ധമാണ്. അതിനനുസരിച്ച് ചുവടുകൾ വെക്കുക എന്നത് നിർബന്ധമാണ്. നിങ്ങൾ ഗുജറാത്തിലായാലും വേണ്ടിയില്ല, മറ്റു ഭാഗത്തായാലും വേണ്ടിയില്ല, എവിടെ പോയി കഴിഞ്ഞാലും അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ പുതിയ ഒരു സാധനവുമായി നിങ്ങൾ ചെന്നാൽ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് ഏറ്റവും വലിയ സാധ്യതയുണ്ട്. അവരെ മുമ്പിൽ വലിയ സാധ്യതകൾ തെളിഞ്ഞു കിടക്കുന്നു എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ നമ്മുടെ എന്റർപ്രണർ എന്ന് പറയുന്നതിനെ കേവലം ഗൾഫ് നാടുകളിലേക്ക് മാത്രം ചേക്കേറിക്കുക എന്നതിൽ നിന്ന് മാറി നമ്മുടെ രാജ്യത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായ ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് 4ാമത്തെ കാറ്റഗറി ജന്മമെടുക്കുക. അതിനെയാണ് ശരിക്കും ലീഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ, ഒരു പ്രത്യേക ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള ആളുകളാക്കി മാറ്റുക എന്നതാണ്. ആ മാറ്റുക എന്നതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ലീഡേഴ്സ് ആകുന്നത്. ഇതിൽ ലൂസേഴ്സ് ആകാൻ ഒരു പക്ഷേ നിർഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അവരോട് എനിക്കൊരു വാക്കേ പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങൾ ലൂസേഴ്സ് ആയിട്ട് അധപ്പതിക്കരുത്. പകരം നിങ്ങൾ അതിന്റെ മുകളിലേക്ക് കയറണം. സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് കാണാകുന്ന ജെൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിക്ക് അകത്ത് എഴുതി വെച്ചിരുന്ന ഒരു വേള ഒരു വാക്കിനെ, എയ്തർ ഡ്രീമർ, ലീഡർ ഓർ ഗെറ്റ് ഔട്ട് ഫ്രം ദ വേ. ഒന്നുകിൽ നിങ്ങൾ ഒരു ഡ്രീമർ ആവുക, അല്ലെങ്കിൽ ലീഡർ ആവുക. അതിന് കഴിയില്ല എങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം ദ വേ, വഴിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുക എന്നതാണ്. ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ എന്റർപ്രണേഴ്സിനോടാണ്. നാളെയിൽ എന്റർപ്രണർ എന്ന് പറയുന്ന ആകാൻ വേണ്ടിയിട്ട് തുനിയുന്ന ആളുകളോടാണ്. അവർ മനസ്സിലാക്കേണ്ടത് കൃത്യമായി നമ്മൾ ലീഡറോ ഡ്രീമറോ ആയി മാറണം. APJ അബ്ദുൽ കലാം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ലീഡർ ആയിരുന്നില്ല എന്നാണ് ഇന്ത്യ നമുക്ക് പറഞ്ഞു തരിക. നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം ഡ്രീമർ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പുതിയ ഡ്രീം പുറത്തു കൊണ്ടുവരിക, ആ ഡ്രീമിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അതിലേക്ക് തന്റെ സമൂഹത്തിനെ, ടോട്ടൽ മനുഷ്യരാശിയെ നയിക്കുക എന്നതായിരുന്നു APJ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് APJയെ ലീഡർ എന്ന് പറയാത്തത്, പകരം ഒരു ഡ്രീമർ എന്ന് വിഭാവനം ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രീം ചെയ്യുന്നവരായിരിക്കണം. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ എനർജി അത് ഡ്രീംസ് തന്നെയാണ്. ഏറ്റവും ശക്തമായത് അവന്റെ കിനാബുകളാണ്. ആ കിനാബ് കണ്ടുകൊണ്ട് ഒരിടത്ത് നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ നമുക്ക് പറ്റണം. നമ്മുടെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോഴും ഈ ഇരിക്കുന്നവർ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ആചാരക്കാരും വ്യത്യസ്തമായ മാനവരാശിയുമായതുകൊണ്ട് എല്ലാറ്റിലും പറയുന്ന ഒരു ധർമ്മബോധമുണ്ട്. ആ ധർമ്മബോധത്തിലൂടെ മാത്രം നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ താദാത്മനാം സൃജാമ്യഹം സംഭവാമി യുഗേ യുഗേ എന്ന് ധർമ്മം സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞതായി ഗീതയിൽ ഹൈന്ദവർ പഠിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ജനത മനസ്സിലാക്കേണ്ടത് ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി നമ്മൾ മാറണം. അധർമ്മത്തിലേക്ക് നമ്മൾ പോകരുത് എന്നത് തന്നെയാണ്. അവിടെയാണ് നഹം ജനാമി ഗുണ്ഡലേ നഹം ജനാമി ഭാസുരേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോ ഒരിക്കലും നീ കളവ് പറയരുത്, കളവിലേക്ക് നീ മുതിരിട്ട് ഇറങ്ങരുത് എന്ന് പറയുമ്പോ ഓരോ സത്യസന്ധമായ